ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ ജന്നത്ത് കെ ബच्चे എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജൂത്തോं को मिल बांट कर इस्तेमाल करने की ज़रूरत क्यों पड़ी है? അവരുടെ ഷൂസുകൾ പരസ്പരം പങ്കുവെച്ച് ഉപയോഗിക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ആൻസർ നോക്കാം. അലീസെ സാഹറ കെ ജൂത്തെ ഖോ ജാത്തെ ഹെ. അലിയാണ് സാഹറയുടെ ഷൂ നഷ്ടപ്പെടുത്തുന്നത്. അമ്മി ഓർ അബ്ബു യഹ് ജാൻകർ അലി കോ ടാട്ടേക. അമ്മയും അച്ഛനും അറിയുകയാണെന്നുണ്ടെങ്കിൽ അലിയെ വഴക്ക് പറയും. ഗർക്കി ഗരീബി കെ കാരൻ ദോനോ അലി കെ ജൂത്തെ മിൽ ബാണ്ട് കർ പഹൻതേ ഹെ. അപ്പോൾ വീട്ടിലെ ആ ഒരു ദാരിദ്ര്യം കാരണം അലിയുടെ ഷൂ തന്നെ രണ്ടുപേരും പരസ്പരം പങ്കിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പനി ബനായി തർക്കിബ് കെ കാരൻ ദോനോ കോ കോൻ കോൺസി പരേഷാനിയാം ചേൽനി പടി ഹോഗി. അതായത് സ്വന്തമായിട്ട് കണ്ടെത്തിയ മാർഗം കാരണം രണ്ടു പേർക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്? ആൻസർ നോക്കിക്കോളൂ. അലി കെ ജൂത്തെ സാഹറ കെ ലിയെ ദോടെ ബഡേ ഹോനെ കെ കാരൻ ബഹുത്ത് പരേഷാനിയാം ഉൻഹെ ചേൽനി പടുത്തി ഹെ. അലിയുടെ ഷൂവ് സാഹറയ്ക്ക് കുറച്ച് വലുതായതുകൊണ്ട് അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അലി ബഡി ദേർ സെ സ്കൂൾ പഹുഞ്ച്താ ഹെ. അലി നേരം വൈകിയാണ് സ്കൂളിൽ എത്തുന്നത്. അധ്യാപകോം സെ ടാണ്ട് സുനിനി പടുത്തി ഹെ. അധ്യാപകരിൽ നിന്നും വഴക്ക് കേൾക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ലേഖകനെ അപ്പനെ ജീവൻ മേ ഹുയി ഘടനാക്കോ ഫിലിം കെ കഥാനക്കുമേ കൈസെ ജോഡാ ഹെ. ലേഖകൻ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവത്തെ സിനിമയുടെ കഥയുമായി എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ നോക്കാം. ലേഖക കോ ഏക് മിത്ര ഹെ സമീർ. ലേഖകൻ്റെ ഒരു സുഹൃത്താണ് സമീർ. സമീർ ഓർ ലേഖക് കൈ ചീസെ മിൽ ബാണ്ട് കർ ഇസ്തേമാൽ കർത്തേ തെ. സമീറും ലേഖകനും ഒരുപാട് വസ്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ച് ഉപയോഗിച്ചിരുന്നു. उसी प्रकार फिल्म के कथापात्र अली और साहरा भी अपनी जूते मिल बांट कर इस्तेमाल करते थे. ഇതുപോലെയാണ് ഫിലിമിലെ കഥാപാത്രങ്ങളായ അലിയും സാഹറയും അവരുടെ ഷൂസ് പരസ്പരം പങ്കുവച്ച് ഉപയോഗിക്കുന്നത്. इसलिए लेखक ने अपने जीवन में हुई घटना को फिल्म के कथानक में जोड़ा है. അതുകൊണ്ടാണ് ലേഖകൻ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെ ഫിലിമിലെ കഥയിലേക്ക് ചേർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫിലിം കാ ശീർഷക് ജന്നത്ത് കെ ബच्चे കഹാൻ തക് സാർത്ഥക് ഹെ. ജന്നത്ത് കെ ബच्चे എന്ന സിനിമയുടെ തലക്കെട്ട് എത്രത്തോളം അർത്ഥവത്താണ്? അപ്പനി ഓർസെ ഓർ ഏക്ക് ശീർഷക് തേ. നിങ്ങളുടെ ഭാഗത്തുനിന്നും മറ്റൊരു തലക്കെട്ട് നൽകുക. ആൻസർ ഇസ് ഫിലിം കോ ഉചിത് ശീർഷക് ഹി ദിയാ ജാത്താ ഹെ. ഈ ഫിലിമിന് യോജിച്ച ശീർഷകം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അലി ഓർ സാഹറ നാമക് ഫായി ബഹൻ ने अपने बीच के रिश्ते को हमारे सामने बहुत रोमांचक ढंग से प्रस्तुत किया है. അലി സാഹറ എന്നീ സഹോദരങ്ങൾ അവർക്കിടയിലെ ആ ഒരു ബന്ധം വളരെ ഹൃദയസ്പർശിയായിട്ടാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബച്ചോ കെ മൻമേ പ്യാർ ഓർ കരുണ ഹെ. കുട്ടികളുടെ മനസ്സിൽ സ്നേഹവും കരുണയും ഉണ്ട്. ദൂസരോ ദുഃഖ് വേ അപ്പനാ മാൻതേ ഹെ. മറ്റുള്ളവരുടെ ദുഃഖം അവർ സ്വന്തം ദുഃഖമായി കരുതുന്നു. ഇസ്ലിയെ വേ ജന്നത്ത് കെ ബच्चे ഹെ. അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിലെ കുട്ടികളാണ്. ഈ ഒരു ഫിലിമിന് വേറൊരു ശീർഷകവും കൂടി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൂസര ശീർഷക് നിരീഹ് ബच्चे. നിരീഹ് ബच्चे എന്ന് വെച്ചാൽ നിഷ്കളങ്കരായ കുട്ടികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിലിം ലേഖമേം അലി സാഹറ ഓർ ലേഖക സമീർ സെ സംബന്ധിത് കൈ ബാത്തേ ഹെ. ഫിലിം ലേഖനത്തിൽ അലിയും സാഹറയുമായിട്ടും ലേഖകനും സമീറുമായിട്ടും ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സൂചിബത്ത് കരെ. അത് കണ്ടുപിടിച്ച് ഈ ടേബിൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ബോക്സിൽ അലിയും സാഹറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ബോക്സിലോ ലേഖകവും സമീറുമായിട്ട് ബന്ധപ്പെട്ടത്. ഫസ്റ്റ് ബോക്സ് നോക്കാം. അതിൽ ഫായി ബഹൻ ഹെ. അലിയും സാഹറയും എന്താണ്? സഹോദരങ്ങളാണ്. അപ്പം ലേഖകോ സമീറിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ദോസ്ത് ഹെ. അവർ സുഹൃത്തുക്കളാണ്. അടുത്ത പോയിന്റ് എന്താണ്? പുരാനെ ജൂത്തേക്ക് മർമ്മത്ത് കർവാ രഹേ ഹെ.
പഴയ ഷൂ നന്നാക്കുന്നു. ലേഖക് ഓർ സമീറിൽ എന്താ? ഏക് ഹി സ്കൂൾ മേ പഠാ കർത്തേ തേ. ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. സമീറും ലേഖകനും ഒരു സ്കൂളിലല്ലേ പഠിച്ചിരുന്നത്. അടുത്ത പോയിന്റ് എന്താ എഴുതാം? ജൂത്തേ കഹി ഖോ ജാത്തേ ഹേ. ഷൂസ് എവിടെയോ നഷ്ടപ്പെടുന്നു. അപ്പം ലേഖക് ഓർ സമീറിൽ എന്താണ് എഴുതേണ്ടത്? പെൻ ലാന ഫൂൾ ജാത്താ താ. പേന കൊണ്ടുവരാൻ മറന്നു പോകുന്നു. അടുത്ത പോയിന്റ്, ജൂത്തോങ്കോ മിൽ ബാണ്ട് കർ ഇസ്തേമാൽ കർത്തേ ഹേ. ഷൂസ് പരസ്പരം പങ്കിട്ട് ഉപയോഗിക്കുന്നു. ലേഖക് ഓർ സമീറിലോ? മിൽ ബാണ്ട് കർ ഏക് ഹി പെൻ സെ കോപ്പി മേ ലിഖ്തേ തേ. ഒരു പേന പങ്കിട്ടെടുത്ത് ബുക്കിൽ എഴുതുന്നു. അടുത്ത പോയിന്റ്, ഇസ് ബാത് കോ അമ്മി അബ്ബു ഓർ ടീച്ചർ സെ ചുപ്പാത്തേ ഹേ. ഈ സംഭവം അമ്മയോടും അച്ഛനോടും ടീച്ചറിനോടും മറച്ചു വയ്ക്കുന്നു. അടുത്ത ലേഖക് ഓർ സമീറിലോ? ഇസ് ബാത് കോ ടീച്ചർ സെ ചുപ്പാത്തേ തേ. ആ ഒരു സംഭവത്തെ ടീച്ചറിനോട് മറച്ചു വയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാഠ് കെ ആധാർ പർ ഘോൾ ദായരോं की പൂർത്തി കരെ. പാഠത്തിനെ അടിസ്ഥാനമാക്കി ഈ ഗോളങ്ങൾ പൂർത്തിയാക്കുക. ആദ്യത്തെ ഗോളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്ന? ഫിലിം കാ നാം. ഫിലിമിൻ്റെ പേര്. എന്താണ് ഫിലിമിൻ്റെ പേര്? ജന്നത്ത് കെ ബച്ചെ. അടുത്ത ഗോളം നോക്കിയേ, നിർദ്ദേശക്. നിർദ്ദേശക് എന്ന് വെച്ചാൽ സംവിധായകൻ. ആ ഫിലിമിൻ്റെ സംവിധായകൻ ആരാണ്? മാജിദ് മജീദി. അടുത്ത ഗോളത്തിൽ എന്താണ്? ഫിലിം സമീക്ഷക്. സമീക്ഷക് എന്ന് വെച്ചാൽ നിരൂപകൻ. ഫിലിമിൻ്റെ നിരൂപകൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിവേക് മെഹ്ത്ത. അടുത്തത് പാത്ര. ഈ ഫിലിമിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരൊക്കെയാ? അലിയും സാഹറയും. അടുത്ത ക്വസ്റ്റ്യൻ, വാക്യ പടേ രേഖാങ്കിത് ശബ്ദോം പർ ധ്യാൻ ദേ. ഈ വാക്യങ്ങൾ വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത ആ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. നോക്കിക്കേ, അലി പരേഷാൻ ഹോത്താ ഹേ. സാഹറ ഉദാസ് ഹോത്തി ഹേ. ഫസ്റ്റ് ഹോത്താ ഹേ. രണ്ടാമത്തെ വാക്യത്തിൽ വരുന്നത് എന്താണ്? ഹോത്തി ഹേ. ആദ്യത്തെ വാക്യത്തിൽ ഹോത്താ ഹേ ആണ് വന്നത്. അതെന്തുകൊണ്ടാണ്? അവിടെ അലിയാണുള്ളത്. അലി പരേഷാൻ ഹോത്താ ഹേ. അലി എന്നുള്ളത് ഒരു പുല്ലിംഗമാണ്, പുരുഷനാണ്. അപ്പോൾ അവിടെ ഹോത്താ ഹേ വരും. രണ്ടാമത്തെ വാക്യത്തിൽ സാഹറ ഉദാസ് ഹോത്തി ഹേ. സാഹറ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അവിടെ സ്ത്രീലിംഗമാണ് വരുന്നത്. സ്ത്രീലിംഗം വന്നതുകൊണ്ടാണ് അവസാനം ഹോത്തി ഹേ വന്നത്. ഇതുപോലുള്ള വേറെ വാക്യങ്ങൾ പാഠഭാഗത്തുനിന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതുക. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കാം. സാഹറ സുബഹ് കെ സമയ് ജൂത്തെ പഹൻ കർ സ്കൂൾ ജായേങ്കി. അലി दोपहर के समय जूते पहनकर स्कूल जाएगा. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. इसकी सूचना देते हुए പോസ്റ്റർ തയ്യാർ കരേ. നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജന്നത്ത് കെ ബച്ചെ എന്ന ഇറാനി സിനിമ പ്രദർശിപ്പിക്കുന്നു. അപ്പം ഇതിന് മുന്നോടിയായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്ററിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഡേറ്റ്, പ്ലേസ്, ടൈം. ഇപ്പോൾ ഇവിടെ ഫിലിമാണ് പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഫിലിമിൻ്റെ പേര് ഒക്കെ കൊടുത്തിട്ട് വേണം പോസ്റ്റർ തയ്യാറാക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിലിം പ്രദർശനി കേലിയെ ഉദ്ഘോഷൻ തയ്യാർ കരേ. ഫിലിം പ്രദർശനത്തിന് വേണ്ടിയുള്ള ഒരു വിളംബരം അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കിക്കോളൂ. പ്യാരെ ബച്ചോം ധ്യാൻ ദീജിയെ. പ്രിയപ്പെട്ട കുട്ടികളെ ശ്രദ്ധിക്കൂ. हमारे स्कूल में हिंदी क्लब के नेतृत्व में ईरानी निर्देशक माजिद मजीदी की फिल्म जन्नत के बच्चे का प्रदर्शन होने वाला है. നമ്മുടെ സ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇറാനി സംവിധായകനായ മാജിദ് മജീദിയുടെ ഫിലിം ജന്നത്ത് കെ ബച്ചെ പ്രദർശിപ്പിക്കുകയാണ്. 15 सितंबर को स्कूल के सभागृह में यह कार्यक्रम संपन्न होगा. സെപ്റ്റംബർ 15 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കാൻ പോകുന്നത്. സബ്കാ സ്വാഗത് ഹേ. എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്